الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. صدق الله مولانا العلي العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതി കൽപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ നിരന്തരം സത്യവിശ്വാസിയോട് ആവശ്യപ്പെടുന്നത് ഏത് മാറ്റങ്ങൾക്കിടയിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർക്കാനാണ്. സന്തോഷവും സന്താപവും ജീവിതത്തിൽ വരാവുന്ന എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളും എല്ലാം വരുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനിനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിഭാവന ചെയ്യുന്നതും അതർത്ഥത്തിലാണ് ജീവിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പുനരാലോചനകൾ നടക്കേണ്ട ഒരു മുഹൂർത്തമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് പ്രത്യേകിച്ച് വലിയ ദിവസമാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിനം എന്ന് പറയാനാവില്ല. കാരണം അങ്ങനെ ഇസ്ലാമിക് കലണ്ടർ പ്രകാരമല്ല, ഇന്ന് സൗര കലണ്ടർ പ്രകാരമാണ് ഇന്നൊരു വർഷാദ്യം തുടങ്ങുന്നത്. പക്ഷെ എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിചാരവും വിചാരണയും നടത്താൻ ഏത് സമയത്തെയും അവൻ ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിക്ക് ഇന്നത്തെ ദിവസവും പ്രധാനമാണ്. കഴിഞ്ഞ ഒരു വർഷം എന്ന് നാം കണക്കാക്കുന്ന ഒരു വർഷം കഴിയുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. സമയമെന്ന് പറയുന്നതിന് വലിയ അർത്ഥതലങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സമയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ചെറുതല്ല. ഒരു പക്ഷേ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ സത്യം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം തന്നെ സമയമാണ്. വൽ അസ്ർ അല്ലാഹു സത്യം ചെയ്യാൻ, വശംസ് അല്ലാഹു സത്യം ചെയ്യാൻ, വൽ ലൈൽ അല്ലാഹു സത്യം ചെയ്യുകയാണ്, വല്ലുഹാ അല്ലാഹു സത്യം ചെയ്യുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ സത്യം പ്രപഞ്ചത്തിന്റെ ഓരോ മാറ്റങ്ങളെ അല്ലെങ്കിൽ സമയമാപിനിയുമായി ബന്ധപ്പെടുത്തി റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലയിൽ രാത്രി തന്നെ സത്യം, വല്ലുഹാ ഉഷസ്സു തന്നെ സത്യം. അങ്ങനെ ഓരോന്നിനെയും വല്ലാസുർ സമയം തന്നെ സത്യം. ദ ടൈം എന്നാണ് ശരിക്കും പറഞ്ഞാൽ, ബൈ ദ ടൈം സമയത്തെ തന്നെ സത്യം. അവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം തന്നെ എത്ര കൃത്യമായി നമ്മൾ പഠിക്കണം. വല്ലസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. വല്ലസുർ സമയം തന്നെ സത്യം. നിശ്ചയം മനുഷ്യൻ അവൻ പരാജയത്തിലാണ്. ടൈം മാൻ ലോസ്. സമയം മനുഷ്യൻ നഷ്ടം.
രണ്ടിന്റെ ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർത്തിയ മനുഷ്യന് സമയം നഷ്ടം. സമയത്തെ കൃത്യമായി ഉപയോഗിച്ചവനുണ്ടോ അവൻ ജയിച്ചവൻ, സമയത്തെ അതിന്റെ കൃത്യതയിൽ ഉപയോഗിക്കാത്തവനുണ്ടോ അവനാണ് പരാജിതൻ, അവനാണ് പരാജിതൻ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യനാണ് പരാജയപ്പെട്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അവൻ അവസാനത്തെ സമയത്തും ചോദിക്കുന്നത് സമയം തന്നെയാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അവസാനം അവന്റെ അവസാനത്തെ ശ്വാസത്തിന്റെ മുഹൂർത്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അവൻ ഇങ്ങനെ ചോദിക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, കുറഞ്ഞ നേരം, തൊട്ടടുത്ത സെക്കൻഡ്, അല്ലെങ്കിൽ സെക്കൻഡുകളെക്കാളും താഴെ ഒരു നാനോ സെക്കൻഡ്, ഒരല്പനേരം, ആ നേരം എനിക്കൊന്ന് ബാക്കിയാക്കാൻ അല്ലാഹുവേ നീ സമയം തരുമോ, സമയം തരുമോ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അങ്ങനെ ചെയ്യാൻ നിനക്ക് അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് തരാൻ കഴിയുമെങ്കിൽ അല്ലാഹുവേ ഫഅസ്സദ്ദഖ്, ഞാൻ എല്ലാം അങ്ങ് സമ്മാനിച്ചോളാം, ഞാൻ ഇതുവരെ കെട്ടിപ്പടുത്തതെല്ലാം നിനക്ക് സമ്മാനിച്ചോളാം, നിന്റെ തൃപ്തിയിൽ, നിന്റെ പരിശുദ്ധമായ നീ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ അതെല്ലാം ചെയ്തോളാം. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ അതുപോലെ തന്നെ സ്വാലിഹീങ്ങളിൽ പെടുകയും ചെയ്യാം, സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അങ്ങനെ ഒരു സെക്കൻഡ് അല്ല, ഒരു നാനോ സെക്കൻഡ് പോലും സമയം എന്നത് അല്ലാഹു നിശ്ചയിക്കപ്പെട്ട ഒരു സമയമാണെങ്കിൽ ആ സമയത്തിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അല്ലാഹു മറ്റൊന്നില്ല. അവിടെ ജയിക്കലാണ് പ്രധാനം എന്നതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ വല്ലസുർ എന്ന് പറയുന്നത്. വല്ലസുർ, ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടി 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 അവസാനം ആദ്യം ഓടുന്ന സമയത്ത് തുടങ്ങിയപ്പോ ചില ആളുകളൊക്കെ കൂടുതൽ ഓടി, പക്ഷേ അവസാനം ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോ അതിന് പിറകിൽ നിന്നയാളുണ്ട്, അതിന് മുമ്പേ കയറി ആ ഫിനിഷിംഗ് പോയിന്റ് പാസ്സാവുന്നു. വല്ലസുർ, അതാണ് സമയം, അതാണ് സമയം എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് മനുഷ്യന്റെ സമയം എന്നതിന് ഏറ്റവും നിർണായകമായ സമയം എന്ന് പറയുന്നത് അവന്റെ മരണമെത്തുന്ന ആ മുഹൂർത്തം തന്നെയാകുന്നു എന്നാണ് സയ്യിദുനാ ഇമാം റാസി റഹ്മത്തുള്ളാഹി. ദ ലാസ്റ്റ് ടൈം, ആർക്കും തടുക്കാനാവാത്ത സമയം, ആർക്കും മാറ്റിപ്പണിയാൻ കഴിയാത്ത സമയം, അറ്റ് ദ മൊമെന്റ് ഓഫ് ഹിസ് ഡെത്ത്, ആ സമയത്ത് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ, ആ സമയത്ത് മുഅ്മിനായി തന്നെ ജീവിച്ചു മരിക്കാൻ കഴിയുന്ന ആ മുഹൂർത്തത്തെ അങ്ങനെ ഒരാൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വിജയിപ്പിച്ചെടുത്ത ആൾ അവനാണ് വിജയിച്ചവൻ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു. അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ഇയർ ആഘോഷിക്കലല്ല, അങ്ങനെ ഒരു ആഘോഷവും നമുക്കില്ലല്ലോ. ആഘോഷിക്കലല്ല, ആലോചിക്കലാണ്. ആഘോഷത്തിന് എന്തിരിക്കുന്നു? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത്തരം ആഘോഷങ്ങളുമായി പോകുന്നത്? സഹോദരന്മാരെ, ഈ ചെറുപ്പക്കാരൊക്കെ ഇന്ന് കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോ ശരിക്കു പറഞ്ഞാൽ ഞാൻ ചെറുപ്പക്കാരെ അങ്ങനെ പ്രത്യേകം കുറ്റം പറയല്ല, നമ്മുടെയൊക്കെ മനോഗതിയുടെ, നമ്മുടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള മാറ്റത്തിന്റെയും കൂടി ഒരു പ്രശ്നമാണ്. ഒരു സത്യവിശ്വാസിക്ക് അതിപ്രധാനമായി വേണ്ടത് അവന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയാണ്, അവന്റെ സാംസ്കാരികമായ സ്വത്വം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഇല്ലാതെ പോകുന്നു? നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കെ തന്നെ നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി എന്നത് പ്രധാനമാണ്. നമ്മൾ ബഹുസ്വര സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വേണോ ഉസ്താദ് എന്നാണ് ചോദ്യമെങ്കിൽ അതെ, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോ തന്നെ കൾച്ചറൽ ഐഡന്റിറ്റി പ്രധാനമാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ ഐഡന്റിറ്റി. എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വപരമായ ഒരു ഐഡന്റിറ്റി, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വ സ്വത്വമുണ്ട്, ഭാഷാപരമായ സ്വത്വമുണ്ട്, ഒരു ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി ഉണ്ട്, ഭൂശാസ്ത്രപരമായ ഒരു സ്വത്വമുണ്ട്, കേരളീയനാണ് അല്ലെങ്കിൽ തൃശ്ശൂരുകാരനാണ്, അങ്ങനെ ഒരു സ്വത്വമുണ്ട്, മതപരമായ ഒരു സ്വത്വമുണ്ട്, റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ട്. അതുപോലെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ആ മതത്തോട് ചേർന്ന് നിൽക്കുന്നത് കൂടിയായ അവന്റെ കൾച്ചറൽ ഐഡന്റിറ്റിയും പ്രധാനം. അവന്റെ കൾച്ചറൽ ഐഡന്റിറ്റി
എന്തുകൊണ്ടാണ് സത്യവിശ്വാസികളെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഓരോ ആഘോഷങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത്? മുഅ്മിനീങ്ങളെ, നമ്മൾ മാതൃകയാകേണ്ട ഒരു സമൂഹമാണ്. നമ്മൾ മറ്റാരോ പറഞ്ഞു തരുന്നതോ അവർ നിശ്ചയിച്ചതോ ആയ അജണ്ടയുടെ പിന്നാലെ പോകേണ്ട ഒരു ജനതയല്ല. ഈ സമീപകാലത്ത് കേൾക്കുന്ന ഓരോ വാർത്തകൾ എത്രമേൽ ഖേദകരമാണ്. എത്രമേൽ മോശമായ ഒരവസ്ഥയിലാണ് ഈ സമുദായം പോകുന്നത്. ഇപ്പൊ ലഹരി അതിനെ ആസ്വദിക്കാൻ വേണ്ടി കൂടുന്ന രാത്രികളുടെ അത്തരം നിശകളിൽ അതിൽ പിടിക്കപ്പെട്ട അവസാനം പേര് വരുമ്പോ നമ്മൾ കേൾക്കുന്നത് സമുദായത്തിന്റെ നല്ല 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 പേരുകളാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സത്യത്തിൽ ആരുടെ അടിമയാണ് എന്ന് നിശ്ചയിക്കാൻ നമുക്ക് സമയമായി. ആരുടെ അടിമയാകണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അവന്റെ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പക്വമായ ഒരു ജീവിതം നമുക്ക് ജീവിച്ചു കാണിക്കാനാകുമോ? ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്നു എന്നത് നന്മയുടെ മാർഗത്തിലായിരിക്കെ തന്നെയാണ് നമ്മെ കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കും. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നന്മ. സത്യത്തിൽ ജനാധിപത്യത്തിലെ ഒരു വോട്ട് മാത്രമല്ല, നിങ്ങളുടെ മരണത്തിലും ഒരു വോട്ടുണ്ട്. മരണാനന്തരവും ജനങ്ങളുടെ ഒരു വോട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധരായ സ്വഹാബത്ത് കൂടിയിരുന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മയ്യത്ത് കടന്നുപോയി. ആ ജനാസ പോകുമ്പോൾ ആളുകളിൽ ചില ആളുകൾ പറഞ്ഞു, നല്ല ആളാണ്. ആ മനുഷ്യന്റെ നന്മയെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, വജബത്ത്. രണ്ടാമത് മറ്റൊരു സമയത്ത് മറ്റൊരാളുടെ ജനാസ പോകുമ്പോൾ സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞു, അയാൾ വളരെ മോശമായിരുന്നു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജബത്ത്. രണ്ടു വജബത്ത്, നിർബന്ധമായിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. എന്തു നിർബന്ധമായിരിക്കുന്നു എന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ നല്ല ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ആ നല്ല മനുഷ്യനെ കുറിച്ച് പറയുമ്പോ വജബത്ത് ലഹുൽ ജന്നത്തു, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ ഷഹാദത്ത് ചെയ്യുകയാണ്, നിങ്ങൾ സാക്ഷിയാവുകയാണ്, നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ശുപാർശ ചെയ്യുന്നത് പോലെ സാക്ഷിയാവുകയാണ്. അതുകൊണ്ട് വജബത്ത് ലഹുൽ ജന്നത്തു, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. ഇനി മറ്റേയാളെ കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങൾ മോശം, വജബത്ത് ലഹുൻ നാറു, അയാൾക്ക് നരകവും നിർബന്ധമായി. കാരണം അയാൾ ജീവിച്ചതിന്റെ സാക്ഷിപത്രം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ജീവിതം ഇവിടെ അങ്ങ് അവസാനിച്ചു പോകുമ്പോ അവസാനത്തിനു ശേഷവും പിന്നെയും ഈ പ്രപഞ്ചവും മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം നമുക്ക് വേണ്ടി കരയുന്ന ഒരു കാലം തന്നെയാണ് സുഹൃതം ചെയ്ത കാലം. അള്ളാഹു അതിന് സൗഭാഗ്യം തരട്ടെ. ശരിക്കും അതാണ് പ്രധാനം. ഇവിടെ ജീവിച്ചു എന്നതല്ലേ, ഇവിടെ ജീവിക്കുന്നത് വളരെ കുറഞ്ഞ സമയമല്ലേ. മനുഷ്യന്റെ ജീവിതയാത്രയിൽ സത്യത്തിൽ അവന്റെ പാരത്രിക ജീവിതത്തിൽ തന്നെ തുടങ്ങുന്ന യാത്രയുടെ ഒടുക്കത്തിലേക്ക് അവൻ യാത്ര ചെയ്യുന്നതിന്റെ ഇടക്ക് മാത്രം നിൽക്കുന്ന ഒരു യാത്രയാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ യാത്ര. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയും പ്രകാരം ഒരാൾ വാടക വീട്ടിന് വലിയ അലങ്കാരങ്ങൾ ചെയ്തു ജീവിക്കുന്നു. പക്ഷേ ആ വാടക വീട്ടുകാരന്റെ ഉടമസ്ഥൻ, ആ വീടിന്റെ ഉടമസ്ഥൻ വന്നാലോ അയാൾ ഇറങ്ങാൻ പറഞ്ഞ അപ്പൊ ഇറങ്ങണം. അതാണ് സത്യത്തിൽ ഭൗതിക ജീവിതം. അവന്റെ തറവാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഒരല്പനേരം, ആ അല്പനേരത്തിനാണ് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എന്നിടത്താണ് പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് നാം പോകുമ്പോ ആകാശഭൂമികൾ കരയും പ്രകാരം പോകാൻ കഴിയുന്നതാണ് പ്രധാനം. അതാണ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും കരയോ? കരയും. മുസല്ല കരയും. അല്ലാഹു അങ്ങനെ കരയിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് അല്ലാഹു തരട്ടെ. മുസല്ല കരയും എന്നതൊക്കെ ഒരു ആലങ്കാരികമായ പ്രയോഗമാകുമ്പോഴും അതിന്റെ ആന്തരികാർത്ഥത്തിൽ അതിനൊരു ആത്മബോധമുണ്ട്. മുസല്ല കരയും, ആകാശം കരയും, ഭൂമി കരയും. فما بكت عليهم السماء والأرض وما كانوا منظرين كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين
ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻദരീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, കമാ തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര അതിമനോഹരമായ ജന്നാത്ത്, എത്രയോ മനോഹരമായ തോട്ടങ്ങൾ, അവൻ പരിപാലിച്ചു കൊണ്ടു നടന്ന തോട്ടങ്ങൾ, വഉയൂൻ അരുവികൾ, വസുറൂർ കൃഷിയിടങ്ങൾ, അവന്റെ സോപാനങ്ങൾ, അവന്റെ രമ്യഹർമ്മങ്ങൾ, വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവൻ ആസ്വദിച്ചു ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മനോഹരമായ രമ്യഹർമ്മങ്ങൾ, അവന്റെ ഭരണത്തിന്റെയും അവന്റെ ജീവിതത്തിന്റെയും അവന്റെ വലിപ്പത്തിന്റെയും ഒക്കെ മുദ്രകളായി നാം കാണുന്ന, അടയാളങ്ങളായി കാണുന്ന എത്രയോ കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ ചെയ്തു വെച്ചവന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നാം താജ്മഹലിനെ കുറിച്ച് പറയുന്നു. താജ്മഹൽ മനോഹരമാണ്, പക്ഷേ താജ്മഹൽ ഉണ്ടാക്കിയവൻ അതെല്ലാം ഇട്ടേച്ചു പോയി, അതെല്ലാം അവസാനിച്ചു പോയി. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അത് മറ്റൊരു സമൂഹത്തിന് നാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ അവസാനിക്കാൻ. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. മഹാഭാരതത്തിലൊരു ചോദ്യം, ഞാൻ ആ ചിന്തയെ അതിമനോഹരമായി കാണുകയാണ്. മൃത്യുവിനോട് പറയുന്ന ഉത്തരമുണ്ട്. ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ, ഏതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അഹന്യ ഭൂതാനി ഗച്ഛന്തിഹ യമാലയം ശേഷാഹ സ്ഥാവരം മിച്ഛന്തി കിമാശ്ചര്യമധപരം എന്ന്. ശേഷാഹ സ്ഥാവരം മിച്ഛന്തി, ശേഷിക്കുന്ന ആളുകൾ. അഹന്യ ഭൂതാനി ഗച്ഛന്തിഹ യമാലയം, ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ മരിച്ചു പോകാൻ, നിരന്തരം ആളുകൾ അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ശേഷാഹ സ്ഥാവരം ഇച്ഛന്തി, പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അപ്പോഴും ഇവിടെ തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. സ്ഥാവരം ഇച്ഛന്തി, പിന്നെയും അവർക്ക് ഇവിടെ തന്നെ കൂടണം എന്നാണ് ആഗ്രഹം. ഒരു മരണം കാണുമ്പോ നമ്മൾ ഓർക്കും, അല്ലാഹ് മരണം. ഒരു അപകടം കാണുമ്പോ അപ്പോ ഓർക്കും. പെട്ടെന്നൊരു നിമിഷം ഒന്ന് നിലച്ചു പോകുന്ന ഒരു ഹൃദയമിടിപ്പിന്റെ മാത്രം ആയുസ്സിൽ ജീവിക്കുന്ന നാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ ഓർക്കും. പക്ഷെ ആ ഓർമ്മ പിന്നെ രണ്ടാമത് മാറുന്നു. അങ്ങനെ പിന്നെയും ഇവിടെ ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കും. ആശ്ചര്യമധപരം, ഇതിനേക്കാൾ വലിയ അത്ഭുതം മറ്റെന്താണ്? ശരിക്കും ആലോചിച്ചാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താ? മനുഷ്യൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ആശ്ചര്യമധപരം. എന്നിട്ടിങ്ങനെ ഒഴുക്കിൽ എന്തൊക്കെയോ തരത്തിലുള്ള തോന്നിയാസങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാരെ പ്രത്യേകിച്ചും, എന്തുകൊണ്ട് നമുക്ക് ഒരു സാംസ്കാരികമായി മതപരമായി നമുക്കൊക്കെ ഉണ്ടായിത്തീരേണ്ട അത്തരം ഒരു ബോധ്യമുണ്ടാവുന്നില്ല എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചത്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ല. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് എന്തുകൊണ്ട് ഹൃദയം അടുക്കുന്നില്ല? എന്തൊക്കെ കേൾക്കുമ്പോഴും അസാധ്യത എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും, നമ്മുടെ പിടുത്തത്തിലല്ല ഇതൊന്നും എന്ന് പറയാൻ വൈദ്യശാസ്ത്രം പിന്നെയും മടിച്ചതെന്ന് പറയേണ്ടി വരുമ്പോഴും, അല്ലേ, ഈ ഒരു കൊല്ലം അങ്ങനെ കടന്നു പോകുമ്പോ, ഈ കൊല്ലം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദുരിതങ്ങൾക്കിടയിൽ ആ ദുരിതങ്ങളെ വൈദ്യശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങളോ പഠനങ്ങളോ അതിനാവശ്യമാകുന്ന അർത്ഥത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ട് പോലും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഈ അതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണങ്ങളിലേക്ക് തിരിച്ചു പോകുന്നില്ല. ദിക്റുല്ലയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഈ ആയത്ത് വരുന്നത് എപ്പോഴെന്നറിയോ? ഒരു ആശ്വാസം മാത്രം. മദീനയിലേക്ക് വന്ന സ്വഹാബാക്കൾ ഒന്ന് ചിരിച്ചു തമാശ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥം ചോദിച്ചത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നത്, അലം തഖ്ശഅ അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും. ഹൃദയം ഒന്ന് പേടിക്കാൻ എന്താ ഇവർക്ക് സമയമില്ലേ? വമാ നസല മിനൽ ഹഖ്, സത്യവുമായി അവതീർണമായിട്ടുള്ള ഈ പരിശുദ്ധ ഗ്രന്ഥത്തിലേക്ക്, ചിന്തയിലേക്ക് അടുക്കാൻ സമയമില്ലേ? വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, നേരത്തെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾക്കൊന്നും ഇത് ബാധകമല്ലാത്ത വിധം ഒരു ചിന്തയുമില്ലാതെ ജീവിച്ചു പോയിട്ടുള്ള സമൂഹത്തെ പോലെ നിങ്ങളുമാകരുത്.
എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പറഞ്ഞു ഫതാല അലൈഹിമുൽ അമദു, അവർക്ക് സമയം ദൂരമായി പോയി. ഖുർആൻ പറയാണ് എന്താ ഈ സമയം ദൂരമാകൽ? സമയം ദൂരമായി എന്ന് പറഞ്ഞാൽ ഉപദേശ നിർദ്ദേശങ്ങളെ പാലിക്കാവുന്ന ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോഴോ ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം തന്നെ കടുത്തുപോയി. ഇടക്കിടക്ക് ദിക്റില്ലെങ്കിൽ ഖസത്ത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോകും. ഹൃദയത്തിന്റെ മാർദ്ദവം, ഹൃദയത്തിന്റെ നൈർമല്യം, ഹൃദയത്തിന്റെ താരല്യം, ഹൃദയത്തിന്റെ ആർദ്രത, ഹൃദയത്തിന്റെ ആ അർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുണ്ടായി തീരേണ്ട ഒരു അടുപ്പം അതില്ലാതെ പോകും. ഫഖസത്ത് ഖുലൂബുഹും, അവരങ്ങനെ പോയി. അപ്പോഴോ അവർ വലിയ നാശങ്ങളിലേക്ക് പോയി. അല്ലാഹു പഠിപ്പിക്കാൻ ഈ ആയത്ത് വരുമ്പോ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഇതാ നിങ്ങളോട് കുറച്ചുകൂടി ആശ്വാസപ്പെടാൻ അല്ലാഹു ആവശ്യപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയെ ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു, ഞങ്ങൾ ഇതാ അല്ലാഹുവിനെ പേടിക്കുന്നു, ഞങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർക്കുന്നു, ഞങ്ങൾക്ക് മറ്റ് ഏത് ആസ്വാദനങ്ങളെക്കാളും പ്രധാനം ഞങ്ങളുടെ നാഥനെ ഓർക്കലാണ്, ആ ദിക്റിലേക്ക് അഭിരമിക്കുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ പറയാണ്. ഈ ആയത്ത് കേട്ടിട്ട് പേടിച്ച ആളുകൾ ഒരുപാട്. നമുക്കെങ്ങനെ പേടി വരാൻ? അള്ളാഹു നമുക്ക് ഹൃദയം തരട്ടെ. ഈ ആയത്ത് കേട്ടിട്ട് കാട്ടുകൊള്ളക്കാരൻ പിന്നെ തസൗഫിന്റെ ആത്മജീവിതത്തിന്റെ ഒരു വഴിയിലേക്ക് വളർന്നു വന്നതിന്റെ ചരിത്രം കൂടിയുണ്ട് ഈ ആയത്തിൽ. കാരണം ഒന്ന് ചിന്തിക്കാൻ നേരായില്ലേ, ആലോചിക്കാൻ സമയമായില്ലേ, അതാണ് ചോദ്യം. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ്. അവിടെ അങ്ങനെ ജീവിച്ച മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പ്രകാരം അവന് വേണ്ടി ഈ ആകാശവും ഭൂമിയും കരയും. ആകാശം കണ്ണീർ പൊഴിക്കും. നോക്കൂ നിങ്ങൾ, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് കാറും കോളും നിറയാതിരുന്ന ഒരു ആകാശം പെട്ടെന്ന് അങ്ങനെയായി മാറി. പതുക്കെ കണ്ണുനീർ തുള്ളി പോലെ മഴ ചൊരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് 12ാം റെജിമെന്റിന്റെ പ്രഗത്ഭനായിരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം എഴുതി. ഞാൻ പലതും കണ്ടിട്ടുണ്ട്, കാലാവസ്ഥകൾ മാറുന്നത് കാണാൻ ഞാൻ കടൽ യാത്രികനായി അങ്ങനെ പലപ്പോഴും അത്തരം അന്തരീക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വലിയ മനുഷ്യന്റെ മരണത്തിന്റെ മുമ്പിൽ ഈ പ്രകൃതി അങ്ങനെ തന്നെ അനുശോചിച്ചു നിൽക്കുകയാണോ? ഒരു ശോകാർദ്രതയുടെ, ഒരു ദുഃഖസാന്ദ്രതയുടെ ഒരു ഭാവം പ്രകൃതിക്ക് സംഭവിച്ചു പോയോ? ഈ കണ്ണുനീർ പെയ്ത്തു കാണുമ്പോ ഇന്ത്യയുടെ പ്രഗത്ഭനായ ഈ മകന് വേണ്ടി ഈ പ്രകൃതി തന്നെയും ഒരമ്മയെപ്പോലെ കരഞ്ഞു നിൽക്കുകയാണോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ച് ഇങ്ങനെ പറയാം, പ്രകൃതി കരയും, ആകാശം കരയും, ഭൂമി കരയും, നമ്മൾ ജീവിച്ച ഓരോ ഇടങ്ങളും കരയും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ജീവിക്കുമ്പോഴാണ്? നന്മയുടെ ജീവിതം ജീവിക്കുമ്പോ അയാൾ പോയി എന്നത് ആ സ്ഥലം അറിയുമെന്ന്. ആ ആകാശത്തിന്റെ കവാടങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി ഒരു റിസപ്ഷൻ ഉണ്ടാകും എന്നാണ്. അദ്ദേഹത്തിന്റെ നല്ല അമലുകളെ സ്വീകരിക്കാൻ വേണ്ടി അത് അടയപ്പെടുമ്പോ അവിടെയുള്ള മലക്കുകൾ കരയുമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുകയും കൂടുതൽ നന്നാവുകയും ചെയ്യുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബൻ വസയഊദു ഗരീബ. ഇസ്ലാം വന്നത് അപൂർവമായ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ കുറച്ചാളുകളെ ഉണ്ടായിരുന്നു, ഇനിയും അത് തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ചാളുകളെ ഈ മതത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ സംസ്കാരത്തെ പുൽകുന്നവരും മുറുകെ പിടിക്കുന്നവരുമായി ഉണ്ടാവും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫതൂബാ ലിൽ ഖുറബാഇ യൗമൽ ഖിയാമ, ഖിയാമം നാളിൽ അവർക്കാണ് മംഗളകരമായ ശുഭദിനം, അവർക്കാണ് മംഗളാഭിവാദ്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കപ്പെട്ടു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അവർ? അപ്പൊ പറഞ്ഞ മറുപടി, ഹുമുൽ ലദീന ഇദാ ഫസദൻ നാസു സലഹു, ജനങ്ങളൊക്കെ ജീർണതയിലേക്ക് പോകുമ്പോൾ നന്നാവുന്നവർ. തന്റെ കയ്യിൽ ഒരു കനൽക്കട്ട വച്ചു തരുമ്പോഴുണ്ടാകുന്ന വേദന പോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ തിരുചര്യകളെ ജീവിതത്തിൽ പകർത്തുന്നവർ, അങ്ങനെ ജീവിച്ചവർ, അങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവസാന കാലം വരുമ്പോ കാലം അതിങ്ങനെ അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്തോറും അത്തരത്തിൽ ജീർണതകൾ കൂടി വരും. കാലം മാത്രമല്ല, കാലം എന്നൊക്കെ നമ്മൾ പറയുമ്പോ കാലത്തെ മാത്രം കുറ്റം പറയാനാവൂല, നമ്മളാണ് കുറ്റക്കാർ. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പാടുന്നത് പോലെ, നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ.
നമ്മൾ കാലത്തെ കുറ്റം പറയും. പക്ഷേ സത്യത്തിൽ കാലത്തിനല്ല കുഴപ്പം, നമുക്കാണ്. നമ്മൾ നന്നാവുന്നില്ല എന്നതാണ്. അതിങ്ങനെ അവസാനിക്കാൻ പോകുന്തോറും പിന്നെ നന്മയുണ്ടാകാതെ നന്മ വറ്റി പോകുന്നു. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. കാരണം കാലം ഇനി നല്ലത് കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ലെന്നർത്ഥം. ഇങ്ങനെ മനോഹരമായ ഒരു ചോദ്യമുണ്ട്. സഅൽതു സമാനി ലിമാ റാക ഖീമ വകുന്തി വലൂദൽ ലിർരിജാലി ഖദീമ. ഞാൻ കാലത്തോട് ചോദിച്ചു, എന്താ നീ ഇപ്പോ ഒരു മച്ചിയാണ്, വന്ധ്യത മുറ്റി നിൽക്കുന്ന, ഒരിക്കലും ഇനിയും ഒരു നല്ല മനുഷ്യനെ കൊണ്ടുവരാത്ത, നന്മയുള്ള ഒരു തലമുറയെ കൊണ്ടുവരാത്തവർ, അങ്ങനെയായി നീ കാലം മാറിയോ? വകുന്തി വലൂദൻ ലിർരിജാലി ഖദീമ. മുമ്പൊക്കെ നല്ല നല്ല മനുഷ്യരെ പ്രസവിച്ചിരുന്നല്ലോ, നല്ല നല്ല മനുഷ്യരുണ്ടായിരുന്നല്ലോ ഇവിടെ. ഫഖാല ലി അന്നി ഖദ് കബർതു വഖദ്ദന റഹീലുൻ ഇലൽ ഉഖ്റാ വസുർതു സഖീമ. വയസ്സായി എനിക്ക്, ഞാൻ ഇങ്ങനെ ഇനി പോകേണ്ടിടത്തേക്ക് പോകാനുള്ള സമയത്തിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോ ഞാൻ വന്ധ്യതയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് കാലം പറയും. അപ്പൊ നമുക്കൊരു വർഷം വരുമ്പോ ആലോചിക്കേണ്ടത് ആ വർഷം നമുക്ക് വലിയ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു എന്നല്ല, പക്ഷെ സ്വയം വിചാരം ചെയ്യാൻ, സ്വയം ആലോചിക്കാനാണ് ഇതിനെ ഈ സമയത്തെ കാണേണ്ടത്. അതുകൊണ്ട് മോമിനിങ്ങളെ, ഇത് എന്നോടും നിങ്ങളോടുമുള്ള നമ്മളിങ്ങനെ നിരന്തരം ഓർക്കേണ്ട കാര്യമാണ്. കളിച്ചുല്ലസിച്ചു പോകുന്നതാണോ അതോ ചിന്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇവിടെ എന്തെങ്കിലും ഒരു മുദ്ര പതിപ്പിക്കാൻ? അത് നമ്മൾ ഉണ്ടാക്കിയ വലിയ കൊട്ടാര സദൃശമായ വീടല്ല മുദ്ര. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കേവലം ഒരു വാടക വീടിനെ മാത്രം ആശ്രയിച്ചു പോകേണ്ടി വരുന്ന സമയം അത്രയും വെറുതെ കളയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് അതെല്ലാം? കോടികൾ മുടക്കി ഉണ്ടാക്കുന്നതെല്ലാം അല്ലാത്ത അമൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, പോയ സമയം പോയി, വരാനുള്ള സമയം എന്ന് പറയുന്നത് ഉറപ്പില്ലാത്തതാണ്. കയ്യിലുള്ളതാകെ ഇപ്പോൾ മാത്രമാണ്, അറ്റ് ദിസ് പ്രസന്റ് ടൈം. ഇത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞത് പിന്നെ കിട്ടാൻ പോകുന്നില്ല. അതാണ് സമയം. ഇപ്പോ കിട്ടിയത് മാത്രമാണ്. ആ കിട്ടിയതെന്ന് പറഞ്ഞാൽ പോയതൊന്നും തിരിച്ചു പിടിക്കാനാവുന്നില്ല. സമയം അത്രമേൽ തിരിച്ചു വരാൻ പോലും കഴിയാത്ത വിധം അത്രമേൽ വിലപ്പെട്ടതായി നമുക്ക് പഠിക്കേണ്ടി വരും. എന്നാലോ ഇനി വരാൻ പോകുന്ന സമയത്തിനെ കുറിച്ചും നമുക്ക് ഉറപ്പില്ല. എത്ര കാലം? അല്ലാഹു അഅലം. ഇന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്ക് എത്ര ആയുസ്, കേൾക്കുന്ന നിങ്ങൾക്ക് എത്ര ആയുസ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന, അല്ലേ, പടച്ച തമ്പുരാന്റെ ഖജനാവിൽ ഇരിക്കുന്നത് ആണ് സമയം എന്ന് ബഷീർ സൂചിപ്പിക്കുന്നത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖജനാവിൽ നിന്ന് കിട്ടുന്നതാണ് ഈ സമയം. എത്ര സമയം എന്ന് അവന് മാത്രമേ നിശ്ചയിക്കാനാവൂ. ആ സമയം മാത്രമേ നമുക്ക് ജീവിക്കാനും കഴിയൂ. അതാണ് അത്രമേൽ കൃത്യമായി നിൽക്കുന്ന സമയം. അതുകൊണ്ടാണ് ഇപ്പോ എന്താണ് ചെയ്യാനാവുക അത് മാത്രമാണ് പ്രധാനം. ചില ആളുകൾ അങ്ങനെയൊക്കെ ജീവിച്ചു ജയിച്ചവരാണ്. ശരിക്കും ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച ദുനിയാവ് അങ്ങ് വിറ്റിട്ട് ആഖിറങ്ങ് വാങ്ങാൻ പറ്റുന്നില്ല. ദുനിയാവ് വിറ്റ് ആഖിറം വാങ്ങും. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചു. അവരെന്നോട് പറഞ്ഞു, ശരിയത്ത് കോളേജിലേക്ക് ഒരല്പം കാശ് കയ്യിലുണ്ട്, ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമാകുന്ന അതിനാവശ്യമായ ഒരു സ്വതക്ക കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും വിളിച്ചു. ഞാൻ ചെല്ലണമെന്നത് നിർബന്ധിതമായ ഒരു സാഹചര്യമായി. ഏതാണ്ട് ഒരു 10-65 വയസ്സുള്ള ഒരു സഹോദരി. ചെന്ന് കണ്ടുമ്പോ അവരെന്റെ കയ്യിലേക്ക് ഒരു വലിയ തുക ഏൽപ്പിച്ചു. ഞാൻ ആ തുക കയ്യിൽ പിടിക്കുമ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, മകൻ, അല്പം വീടും ചെറിയ സ്ഥലവും ഉണ്ടാക്കി തന്ന മകൻ 2 കിഡ്നിയും ഫെയിലറായി ഇന്ന് ഹോസ്പിറ്റലിലാണ്. എന്തൊക്കെയാവും എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ നിശ്ചയിച്ചു പോയ ഒരു മകൻ അത്യാവശ്യം ജോലി ചെയ്തു വന്ന ഒരു സമയത്ത് ഞാൻ എടുത്തു വെച്ചതാണ്. ഞാൻ ഒന്ന് ചോദിച്ചു അവരോട്, ഒരല്പം അങ്ങോട്ട് തന്നെ തിരിച്ചു വച്ചാൽ ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഇത് എന്റെ റബ്ബിന് സമർപ്പിച്ചതാണ്, തിരിച്ചു മാറ്റാൻ എനിക്ക് കഴിയയില്ല. ആ ബലം തന്നെയാണ് ബലം. ദുനിയാവ് വിൽക്കാൻ കഴിയുക, പക്ഷേ ദുനിയാവ് വിറ്റു വാങ്ങേണ്ടത് ആഖിറമായിരിക്കണം. വലിയ കച്ചവടമാണ്. ആ കച്ചവടത്തെക്കാൾ വലിയ കച്ചവടം ഏതാണ്? നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കച്ചവടം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ കച്ചവടത്തെ കുറിച്ചാണ്.
അള്ളാഹു ആ സഹോദരിയുടെ പൊന്നുമകന് അവരെന്ത് വലിയ രോഗത്തിലാണ് എന്ന് വന്നാലും ഈ പരിശുദ്ധ ദിവസത്തിന്റെ, ഈ ദിനത്തിന്റെ, ഈ നിമിഷത്തിന്റെ ഹക്ക് കൊണ്ട് ആ രോഗത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫാ ചെയ്തു കൊടുക്കട്ടെ. പക്ഷെ സഹോദരന്മാരെ, അതാണ് വലിയ വിൽപ്പന. സ്വയം തന്റെ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതുമാത്രം. അവനവൻ തന്റെ മക്കൾക്കായി ബാക്കി വെച്ചത് പോലും നമുക്കല്ല. ഇതിനെല്ലാം ശേഷം അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, യൗമ യരിസുൽ അർള്, ഭൂമി നമ്മളങ്ങ് സ്വന്താക്കും, അവിടെ ഉള്ളവരെയും നമ്മൾ സ്വന്താക്കും. നമുക്ക്, അതായത് നിനക്ക് സ്വന്തമാകാനുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. നീ ഇവിടെ അമല് ചെയ്തിട്ടും, നീ ഇവിടെ സദഖ ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സദഖ ചെയ്തും അവസാനിപ്പിച്ച നിന്റെ ജീവിതത്തിന് നിനക്കായി ലഭ്യമാകാനിരിക്കുന്ന ഒരു ലോകത്തെ വലിയ അർത്ഥത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾക്കായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഡിപ്പോസിറ്റഡ് ആയുള്ളത്. അത് മാത്രമാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബോധ്യം നമുക്ക് തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ ദിനം നമ്മൾ അങ്ങനത്തെ വിചാരങ്ങളിലേക്ക് പോവുക. ഇനി വരുന്ന വർഷം നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ട് പറയേണ്ടതും ജീവിതത്തെ ക്രമീകരിക്കേണ്ടതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന, നമ്മുടെ ഈ പലപ്പോഴും ഈ മറ്റ് സമൂഹങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണെന്നതോടൊപ്പം തന്നെ സ്വയം അവന്റെ വ്യക്തിത്വത്തെ സൂക്ഷിക്കാൻ കഴിയും. നല്ലതാണ്. ബഹുസ്വരതയോട് നമുക്ക് ആർക്കും ഒരു വിയോജിപ്പില്ല. എല്ലാ മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം തന്നെയാണ് പ്രധാനം. ഇന്ന് നമ്മളൊരു പ്ലാറ്റ്ഫോമും മറ്റൊരു വിഭാഗം മറ്റൊരു പ്ലാറ്റ്ഫോം അല്ല, എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. പക്ഷെ അപ്പോഴും എനിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് ഓർമ്മയുണ്ടാകണം. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് ഓർമ്മയുണ്ടാകണം. ഒരു സംസ്കാരത്തിന്റെ വ്യക്തിത്വം, ഒരു കൾച്ചറൽ ഐഡന്റിറ്റി എന്നത് പ്രധാനമാണെന്ന് ഓർക്കണം. ഞാൻ ഒറ്റ സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 956 യഹോവ സാക്ഷികളായ 3 കുട്ടികൾ സ്കൂളിൽ ദേശീയ ഗാനം ചൊല്ലുമ്പോ മൗനമായി എഴുന്നേറ്റ് നിന്നു. പക്ഷെ അവർ ചൊല്ലിയില്ല. 86 ഇന്നാണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് 86 എത്രയേറെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇന്നാണെന്ന് പറയാൻ കഴിയില്ല. 86 അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്കൂൾ അധികൃതർ അവരെ പുറത്താക്കുന്നു. കേസ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ആ കുട്ടികളെ പുറത്താക്കിയത് നന്നായി എന്നല്ല, മറിച്ച് സുപ്രീം കോടതി പറഞ്ഞു അവർക്ക് വീണ്ടും പുനഃപ്രവേശം നൽകി, അവർക്ക് വേണ്ട ആവശ്യത്തിന് അവർക്ക് ട്യൂഷൻ നൽകി, അവരെ ആ രീതിയിൽ അവരെ തിരിച്ചെടുത്ത് അവരെ പഠിപ്പിക്കണം. കാരണം അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 25 പ്രകാരം, ആർട്ടിക്കിൾ 19 പ്രകാരം ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശത്തെയാണ് നിങ്ങൾ ഹനിച്ചത്, അതുകൊണ്ട് തിരിച്ചെടുക്കണം. എന്നിട്ട് കോടതി പറയുന്ന ഒരു വർത്താനുണ്ട്. ഞാൻ ഇവിടെ പറയാൻ കാരണം, ബഹുസ്വരതക്കുള്ളിലും നമുക്ക് ജീവിക്കാൻ, സ്വത്വം നിലനിർത്താൻ സാധിക്കുമെന്ന് പറയാനാണ്. അന്ന് കോടതി പറഞ്ഞു, we only wish to add our tradition teaches tolerance, our philosophy preaches tolerance, our constitution practices tolerance, let us not dilute it. നമ്മുടെ ചരിത്രം, നമ്മുടെ ഈ പാരമ്പര്യം എല്ലാം പഠിപ്പിക്കുന്നത് സഹവർത്തിത്വത്തിന്റെ സൗഹാർദ്ദമാണ്. ഇന്നയാൾ ഇന്ന രീതിയിലേ ആകാവൂ എന്ന് പഠിപ്പിക്കുന്നിടത്തല്ല, ഹലാൽ ഭക്ഷണം അതിനി മേലിൽ വേണ്ട എന്ന് പറയുന്നിടത്തല്ല, മറിച്ച് എല്ലാവർക്കും അവരവരുടെ അഭിരുചികൾക്കനുസൃതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വത്വത്തെ നിലനിർത്താൻ സാധ്യമാകുന്ന ബഹുസ്വരത, അതിനിടയിലാണ് നമ്മൾ. അതുകൊണ്ട് ആ ആത്മവിശ്വാസവും തന്റേടവും ജീവിതത്തിൽ ഉണ്ടാകും. നാം മുസ്ലിമായി, എന്നാൽ ആ മുസ്ലിം പ്രകാശം പരത്തുമ്പോൾ എല്ലാ വിഭാഗം